അസ്ഥികൂടം മാത്രം അവശേഷിക്കുന്ന തളങ്കര ഹാർബർ ചെറിയ ഒരു സ്ക്രീൻഷോട്ട്. വാവ്! ലാൽ ജോസ് സാർ എന്നോട് സ്പെഷ്യലായിട്ട് ആ ഒരു ഏരിയയിലെ പ്രകൃതിയെക്കുറിച്ച് ചെറിയ ഷോട്ടിൽ കഴിയുന്ന രീതിയിൽ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ് യാഥാർത്ഥ്യം. മണിരത്നം സാർ ഇവിടെ നിന്നായിരുന്നു അലൈ പായിദേ ബോംബെ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തത്. ആ ഒരു പ്രകൃതിയായ ആ ഒരു സ്ഥലത്തിൻ്റെ ചെറിയ പോർഷൻ വീഡിയോ എടുത്തിട്ട് വീഡിയോയിലൂടെ എനിക്ക് പകർത്തി തരണമെന്ന് ലാൽ ജോസ് സാർ എന്നെ പ്രത്യേകം അറിയിച്ചത് കൊണ്ട് മാത്രം. കണ്ടില്ലേ, ഹാർബറിൻ്റെ പാലമൊക്കെ ഒടിഞ്ഞു പോയി. ഇതിനെ റീമേക്കിംഗ് ചെയ്യാൻ ആരുമില്ല. പ്രകൃതിയെ സംരക്ഷിക്കാൻ ഒരു ഗവൺമെൻറ്റോ ഒരു മുനിസിപ്പാലിറ്റിയോ അധികൃതരോ മുൻകൈയ്യെടുക്കുന്നില്ല. കണ്ടില്ലേ എത്ര മനോഹരമായ സ്ഥലം! എങ്ങനെ മനസ്സാക്ഷി അനുവദിക്കുന്നു എനിക്കറിയുന്നില്ല. ഇത് എൻ്റെ മകനാണ്. മകന് ഒരു ചെറിയ ഒരു ദേശീയ ഗാനം ആലപിക്കും. അറ്റകുറ്റ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം 3 വയസ്സുള്ള കുട്ടിയാണ്. ഇവിടെ കണ്ടില്ലേ, കർശനമായിട്ടും MDM കഞ്ചാവ് പോലുള്ള മയക്കുമരുന്നൊക്കെ പ്രൊഹിബിറ്റഡാണ്. കയ്യിലെങ്ങാനും പിടിച്ചാൽ ശിക്ഷ അർഹമാണ് 25 വർഷം. ഇതാണ് യഥാർത്ഥ തളങ്കര പടിഞ്ഞാറിലെ ദൃശ്യം. വാവ്! ഗുജറാത്ത് മറാഠ ചലയമുന ഗംഗ ഗംഗ ദബ സുബഹാശിസ് ദബ സുബഹാശിസ് ജയ ദവ ജയ ഗുജറാത്ത്. ദേശീയ ഗാനം അവനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാപ്പകലില്ലാതെ എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. അല്ലറച്ചില്ലറ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ദേശീയ ഗാനമാണ്. കൊച്ചുകുട്ടിയല്ലേ, 3 വയസ്സേ പ്രായമുള്ളൂ. ഇതാണ് യഥാർത്ഥ തളങ്കര പടിഞ്ഞാറിൻ്റെ ദൃശ്യം. വാവ്! ആസ്വദിക്കുക. അത്ര നല്ല മനോഹരമായ പ്ലേസാണ്. ഒരു അപേക്ഷയേ ഉള്ളൂ. ഗവൺമെൻറ് ആയിക്കോട്ടെ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ പ്രകൃതിയെ സംരക്ഷിക്കണം. ഇവിടെ ഞങ്ങളെല്ലാം മീനെല്ലാം 8-9 കൊടുക്കുന്ന വഴി. ഇവിടെ മീനായിട്ട് ഓർജ് ഇഷ്ടം പോലെ ഫ്രഷ് മത്സ്യം ഇവിടെ ലഭിക്കും. ഐസിട്ട് കാണില്ല. വേറെ എന്തോ ലിക്വിഡൊന്നും അല്ലെങ്കിൽ വിഷാംശമൊന്നും തേക്കാതെ ഫ്രഷ് മീൻ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ പിന്നെ അതിൻ്റെ കോലം മാറും. വാവ്!